നമസ്കാരം. ഒരു മറയുമില്ലാതെ സെയിലിംഗ് കമന്ററി അല്പം കൈക്കൂലി ചോദിക്കുകയാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ഒരു ക്യാമ്പയിൻ, ഒരു റിക്വസ്റ്റ് ലെറ്റർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെയിലിംഗ് കമന്ററി. ഇന്ന് 10ാം ദിവസമാണ്. എന്താണ് ഈ 10ാം ദിവസം എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല. 23-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വരി, കാരണം നമുക്ക് വലിയ പരാതിയായിരുന്നു, അദ്ദേഹം വൻ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ല. ഇവിടുത്തെ BJP നേതൃത്വം ജനങ്ങളെ വല്ലാതെ വ്യാമോഹിപ്പിച്ചു. കൃത്യമായിട്ടും അവർ പറഞ്ഞത് പ്രധാനമന്ത്രി വന്ന് ഇവിടെ പദ്ധതികൾ അനൗൺസ് ചെയ്യും എന്നാണ്. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വന്നു, പദ്ധതികളൊന്നും അനൗൺസ് ചെയ്തില്ല. പക്ഷെ സെയിലിംഗ് കമന്ററിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഒരു വാഗ്ദാനം അദ്ദേഹം നൽകിയിട്ടാണ് പോയത്. അത് എത്ര പേർ തിരിച്ചറിഞ്ഞു എന്നെനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വരി, അത് മതി, അത് വെച്ചുകൊണ്ട് ഇനി നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ പണിയെടുക്കണം. നമ്മൾ പണിയെടുത്താൽ, കാരണം ഇത്രയും നാൾ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് ഇതുപോലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല, മേയറിൽ നിന്ന് കിട്ടിയിട്ടില്ല, നമ്മുടെ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: PM has stated on 23 January 26. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്: Honorable Prime Minister has stated on 23 January 26 that he will extend all support to make Trivandrum as one of the best cities in India. അങ്ങനെ തന്നെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. സെയിലിംഗ് കമന്ററി ദ വർക്കിംഗ് ക്യാപിറ്റൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രൊജക്ടുകൾ അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ, നൽകുന്നതിനേക്കാൾ, കാരണം എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ലാതെ വൻകിട പദ്ധതികളൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയ ഒരു ഉറപ്പിനെ നമ്മൾ എൻകാഷ് ചെയ്യണം. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണ്. അദ്ദേഹത്തിന് അത് ചെയ്തേ പറ്റൂ. കാരണം ഇനിയും അദ്ദേഹത്തിനുള്ള 24, 25, 26, 27, 28, 29 വരെ അദ്ദേഹത്തിന്റെ കാലാവധിയുണ്ട്. അപ്പോ ആ പീരീഡിനുള്ളിൽ അദ്ദേഹത്തെ കൊണ്ട് ഇത് നേടിയെടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിന് മുഖ്യമന്ത്രി ആവണമെന്നില്ല, മേയർ ആവണമെന്നില്ല, ആരും ആവണമെന്നില്ല. നമുക്ക് ആം ആദ്മി, സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പറ്റും. അതുകൊണ്ട് 23 മുതൽ തന്നെ, അന്നേ ദിവസം മുതൽ തന്നെ സെയിലിംഗ് കമന്ററി ഒരു ക്യാമ്പയിൻ, ലെറ്റർ ക്യാമ്പയിൻ ആരംഭിച്ചു. പ്രധാനമന്ത്രിക്ക് എല്ലാ ദിവസവും എഴുതും. പല കാര്യങ്ങൾ എഴുതിയ കൂട്ടത്തിൽ 10ാം തീയതി മുതൽ അതൊരു ഒറ്റ സെന്റൻസ് ആയിട്ട് മാറ്റി. So far the world recognized the growth of Indian economy to the maximum of 3rd behind China and US. ഇതെല്ലാവർക്കും അറിയാവുന്നതാണിപ്പോ. നമ്മളിപ്പോ ജപ്പാനെ കടത്തിവിട്ട് 4ാം സ്ഥാനത്തെത്തി. ഇനി അടുത്ത 2027, 28 കൂടി ജർമ്മനിയെ മറികടന്ന് നമ്മൾ 3ാം സ്ഥാനത്തെത്തും. തീർന്നു. നമ്മുടെ പൊസിഷൻ 3ാം സ്ഥാനമാണെന്ന് നമ്മളും വിശ്വസിക്കുന്നു, ലോകവും വിശ്വസിക്കുന്നു. അതല്ല എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. അതിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സംഘമാണ് സെയിലിംഗ് കമന്ററി. അങ്ങനെ 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് 1ാം സ്ഥാനം തന്നെ വേണം. ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത് അമേരിക്ക, ചൈന, ജർമ്മനി, ഇന്ത്യ. ഈ പൊസിഷനിൽ ഒരു മാറ്റം വരുമ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്ത് വരുന്നു, അമേരിക്ക, ചൈന, ഇന്ത്യ. അതിലും കുറെ കഴിയുമ്പോൾ ഒരു മാറ്റം വരികയും ചൈന 1ാം സ്ഥാനത്തെത്തുകയും അമേരിക്ക 2ാം സ്ഥാനത്തെത്തുകയും ഇന്ത്യ 3ാം സ്ഥാനത്തെത്തുകയും എന്നുള്ളതാണ് ലോകം അംഗീകരിച്ചിരിക്കുന്ന കണക്ക്. ചൈന, അമേരിക്ക, ഇന്ത്യ. സെയിലിംഗ് കമന്ററി ഇത് ഇപ്പോ പറയുന്നതല്ല. 2023 ലേഖനം എഴുതിയിട്ടുണ്ട്. സെയിലിംഗ് കമന്ററി ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്.
അതും കാണിക്കുക തെളിവായിട്ട്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ, കാരണം ഇത് 30 വർഷമായിട്ട് പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് നമുക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ അടിത്തറ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ തുറമുഖമാണ് അതിന്റെ അടിത്തറ. അതിന്റെ പുറത്ത് ഇനി ബിൽഡപ്പ് ചെയ്താൽ മതി. ഇനി ഓരോ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും. രണ്ടാമത്തെ വരി, ബട്ട് ഇഫ് വി ഫുള്ളി യൂട്ടിലൈസ് TRV പോർട്ട് ഇക്കോസിസ്റ്റം. ഫുള്ളി യൂട്ടിലൈസ് TRV പോർട്ട് എന്ന് മാത്രമല്ല പറയുന്നത്, TRV പോർട്ട് ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തമിഴ്നാട്, കർണാടക ആണ് ആദ്യത്തെ ഇമ്മീഡിയറ്റ് ഇക്കോസിസ്റ്റം. കേരളം, ഓഫ് കോഴ്സ് കേരളമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഇന്ത്യ മുഴുവൻ. അങ്ങനെ TRVയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഇക്കോസിസ്റ്റം പരമാവധി ഉപയോഗിച്ചാൽ ഇന്ത്യ, എന്റെ കണക്കുകൂട്ടൽ 21-21 ഇന്ത്യ നമ്പർ 1. ഈ കത്ത് ക്യാമ്പയിന്റെ ലക്ഷ്യം ഇത്തരമൊരു മാറ്റം തലസ്ഥാനത്ത് ട്രിവാൻഡ്രത്തിന് തുടക്കം കുറിക്കുന്നത് വരെ നമ്മുടെ ഈ കത്തെഴുത്ത് തുടരും. അതിന് എന്നെ പ്രേക്ഷകർ സഹായിക്കണം. അതാണ് ഞാൻ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇത് ഇപ്പൊ തുടങ്ങിയ രോഗമല്ല. ഡോക്ടർ മൻമോഹൻ സിംഗും APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രിയും പ്രസിഡന്റായിരുന്ന ആ പീരീഡിൽ ഏകദേശം 2000 കാർഡുകൾ ഇതുപോലെ ഓരോ ദിവസവും എഴുതുമായിരുന്നു. എന്റെ കണക്കനുസരിച്ച് 2000 ദിവസങ്ങൾ, ഏകദേശം 4000 പോസ്റ്റ് കാർഡ് ഞാൻ കൈകൊണ്ട് എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സെലിംഗമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇത് തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് കണ്ടാൽ മതി. പക്ഷെ ഇപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഓഫീസിലൊന്നും ഈ കാർഡ് ലഭ്യമല്ല. ഇതിന് 50 പൈസയാണ്. ഈ കാർഡ് ലഭ്യമല്ല. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന്റെ കാർഡ് പ്രിന്റിംഗ് നിർത്തിയെന്ന് തോന്നുന്നു. ഇത് പിൻവലിച്ചു എന്ന് അവർ പറയുന്നില്ല. സ്റ്റോക്കില്ല. എവിടെ ചെന്ന് ചോദിച്ചാലും സ്റ്റോക്കില്ല. കാരണം 50 പൈസയ്ക്ക് ഒരു മെസ്സേജ് നമുക്കിവിടെ നിന്ന് കാശ്മീർ വരെ എത്തിക്കാം. അത് വളരെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും അവരതിന്റെ പ്രിന്റിംഗ് നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രേക്ഷകർ എനിക്ക് വേണ്ടി, സെലിംഗമന്ത്രിക്ക് വേണ്ടി, TRVക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യണം. അവരവരുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കണം. പോസ്റ്റ് കാർഡ് ഉണ്ടോ, 50 പൈസയുടെ പോസ്റ്റ് കാർഡ് ഉണ്ടോ? അത് 1 രൂപയെ വില കൂട്ടിയതായിട്ട് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷിച്ച പോസ്റ്റ് ഓഫീസിലൊന്നും ഇപ്പൊ സ്റ്റോക്കില്ല. കാരണം ഇത് വിറ്റ് തീർന്നു കാണും. അപ്പൊ ഇനി ബാക്കിയിരിക്കുന്നത് മാത്രമേ ആളുകൾക്ക് അവരുടെ സ്റ്റാഫിന് വിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പോസ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഉള്ളത് മുഴുവൻ എത്രയുണ്ടോ അത്രയും വാങ്ങണം. അത് നിങ്ങളുടെ സംഭാവനയായിട്ട് സെലിംഗമന്ത്രിക്ക് തരണം. ഇത് ഇന്ത്യയിൽ എവിടെ ഇരിക്കുന്നവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് വാങ്ങിയില്ലെങ്കിൽ പിന്നീട് വേറെ ആരെങ്കിലും വാങ്ങും. ഈ പർപ്പസ് നടക്കില്ല. കാരണം ഇത് ഒരുപാട് കാലം നീണ്ടു നിൽക്കണം. TRV പ്രധാനമന്ത്രി പറഞ്ഞ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിന്റെ പീരീഡ് തന്നെ 2004 എന്നുള്ളത് 2009 വരെ നമ്മൾ ഇത് എഴുതിക്കൊണ്ടേയിരിക്കണം. ഇത് വാങ്ങുന്നവർക്ക് അവരവർക്കും എഴുതാം. എല്ലാം കൂടി സെലിംഗമന്ത്രിക്ക് തരണമെന്ന് പറയുന്നില്ല. അവരവർക്കും ഇത് എഴുതാം. ഇതിന്റെ മാറ്റർ വേണമെങ്കിൽ കൃത്യമായിട്ടും എഴുതി കാണിക്കാം. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ആ മാറ്റർ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭാഷയിൽ അവരുടെ ആ മാറ്റർ എഴുതാം. എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ലോകത്തിൽ സാമ്പത്തിക രംഗത്ത് 1ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സെലിംഗമന്ത്രി ഇത് പറഞ്ഞു. 2023 തോന്നുന്നു. ഇങ്ങനെ 21-21 ഇന്ത്യ നമ്പർ 1 ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനവും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം. എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സെലിംഗമന്ത്രി ഇത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 2 പേർ കൂടി അത് പറഞ്ഞു. ആദ്യം പറഞ്ഞ സെലിംഗമന്ത്രിയാണെന്ന് ഓർത്തോളണം. 2023 സെലിംഗമന്ത്രി അല്ല, വ്യക്തിപരമായി ഞാൻ. അത് കഴിഞ്ഞിട്ട് 2 പേർ അതേ കാര്യം പറഞ്ഞു. ലോകത്തിലപ്പോൾ 3 പേർ മാത്രമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജോൺ ചേംബേഴ്സ്, അതും മറ്റൊരു ജോണാണ്. ജോൺ ചേംബേഴ്സ് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അമേരിക്കയിലെ സിസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനായിട്ട് ആ പദവിയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം മാറിയിട്ട് ഇന്ത്യ അമേരിക്ക ബിസിനസ് വെഞ്ചേഴ്സിന്റെ അത്തരം ആളുകൾ, നമ്മുടെ ഇവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സ് പോലെ അങ്ങനെ ഒരു സംഘടനയെ ഹെഡ് ചെയ്യാണ് ശ്രീ ജോൺ ചേംബേഴ്സ്. അദ്ദേഹവും പറഞ്ഞു
അദ്ദേഹം പറഞ്ഞത് 2100 ഞാൻ പറഞ്ഞത് 2121 21. ഇദ്ദേഹം പറയുന്നത് 2100 ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും. അപ്പൊ ഇനിയും 74 വർഷങ്ങൾ കൂടിയുണ്ട്, അപ്പോഴത്തേക്കും ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും. മൂന്നാമതൊരാൾ ഡേവിഡ് റുബൻസ്റ്റീൻ. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഡേവിഡ് റുബൻസ്റ്റീൻ, അദ്ദേഹം അമേരിക്കക്കാരനാണ്, കോ ഫൗണ്ടർ ഓഫ് കാർലൈൽ ഗ്രൂപ്പ്. അമേരിക്കയാണെന്ന് തോന്നുന്നു. കാർലൈൽ ഗ്രൂപ്പിന്റെ കോ ഫൗണ്ടറാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു 30-40 വർഷത്തിനകം 2100 21 വരെയോ പോകണ്ട, പരമാവധി 2050-60 പീരീഡിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും. ഇന്ത്യ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മാഡിസൺ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ലഭ്യമാണ്. ലോകത്തിൽ ഇന്ത്യ ആയിരുന്നു നമ്പർ 1. ഇത് ഞങ്ങൾ 30 വർഷം പ്രസംഗിച്ച് കിടന്നപ്പോൾ ഉപയോഗിച്ചതാണ് ഈ മാഡിസന്റെ ഈ കണക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വാസ് നമ്പർ 1. ആ പദവിയിലോട്ട് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ TR പോർട്ടിന് കഴിയും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രസംഗം. അമേരിക്കയിലെ 2 പേർ കൂടി ഇന്ത്യക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവർ പറയുന്നത് പ്രസിദ്ധീകരിച്ചു വരും, എന്നെ പോലെ ഒരാൾ പറയുന്നത് ഒരിടത്തും പ്രസിദ്ധീകരിച്ചു വരില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ മെനക്കെട്ടതൊക്കെ പ്രസിദ്ധീകരിക്കണം. എന്തായാലും ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് നമുക്ക് ഈ എളിയ മാതൃക സ്വീകരിക്കാം. പ്രധാനമന്ത്രി തന്ന വാക്ക് അദ്ദേഹം പാലിച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഈ ക്യാമ്പയിൻ. ഇന്ന് 10ാം ദിവസമാണ്. ഇതെല്ലാ ദിവസവും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കും. അതിൽ സെയിലിംഗ് കമന്ററിയിലെ എല്ലാവർക്കും പങ്കാളികളാകാൻ കഴിയുന്നതാണ്. ജനുവരി സമ്പൂർണ്ണ റെക്കോർഡ് മാസമാണ്. ഇപ്പൊ തന്നെ 63ാമത്തെ വെസൽ, ഈ പ്രസന്റേഷൻ എടുക്കുമ്പോൾ 63ാമത്തെ വെസൽ ബർത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 വെസൽ ആങ്കറേജിലുണ്ട്. അപ്പോ പ്രവേശിക്കപ്പെടുന്ന വെസലിൽ ഒരുപക്ഷെ 65 വരെ എത്താം ജനുവരി മാസത്തിൽ. എന്നാൽ വന്നു പോയത്, അതാണ് ചിലർ എടുക്കുന്ന കണക്ക്, അൺബർത്ത് ചെയ്ത് പോകുന്നതാണ്. അത് 61 ആയിട്ടുണ്ട്. 2 വെസൽ ഇപ്പോഴുണ്ട്, അങ്ങനെയാണ് 63. അൺബർത്ത് ചെയ്യുന്നതും ഒരു പക്ഷേ 63 ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. 1-ാം തീയതി ആയിരിക്കും കൃത്യം. കാരണം ഇന്നലെ രാത്രി 12 മണി വരെയുള്ളത് എടുക്കണം, അത് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. എന്തായാലും ഒരു വലിയ റെക്കോർഡ് ഇത് കണ്ടെയ്നറിന്റെ കണക്കിലും ഇത് റിഫ്ലക്ട് ചെയ്യും. എന്തായാലും ഒരു വലിയ റെക്കോർഡ് ഈ ജനുവരി മാസത്തിലും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.